ജപ്പാനിൽ ഏകദേശം 25,000-നടുത്ത് പാകിസ്ഥാൻ നേറ്റിവിറ്റി, അതായത് പാകിസ്ഥാൻ മുസ്ലിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ ചെറിയ പാകിസ്ഥാൻ കടയുണ്ട്. അപ്പം അവരിന്ന് ജോലി ചെയ്ത് ജീവിക്കുകയാണ് വളരെ വർഷങ്ങളായിട്ട്. അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ സിറ്റിസൺഷിപ്പ്, ഏകദേശം 100-150 പേർക്ക്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ജാപ്പനീസ് സിറ്റിസൺഷിപ്പ് കിട്ടിയ വലിയ നൂലാമാലയാണ്. അത് കടന്നു കയറി ആ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വലിയ പാടായതുകൊണ്ട് ഈ പലർക്കും സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടില്ല. അടുത്ത സമയത്ത് ഒരു വലിയ സംഭവം എന്താണ്, ഈ പറയുന്ന 25,000 പാകിസ്ഥാൻ ഇമിഗ്രൻ്റ് ആയിട്ട് അവിടെ താമസിക്കുന്നവർക്ക് അവരൊരു സോഷ്യൽ മീഡിയയിൽ കൂടെ ക്യാമ്പയിൻ ചെയ്തു. അത് ചെയ്ത ക്യാമ്പയിൻ എന്ന് പറയുന്നത് അവർക്ക് ജാപ്പനീസ് കൾച്ചറിൽ ജീവിക്കാൻ താല്പര്യമില്ല, അവർക്ക് ഇസ്ലാമിക കൾച്ചറിലാണ് ജീവിക്കാൻ താല്പര്യം. അതേപോലെ തന്നെ അവിടെ അറബി ഭാഷ മാൻഡേറ്ററി ആക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കണം, നേരത്തെ ജപ്പാനിൽ ആകെ ഇപ്പോൾ 1990-ലൊക്കെ ആകെ 2-3 മോസ്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 134 മോസ്ക് ഉണ്ട്. കാരണം ഇത്രയും ആൾക്കാരുണ്ടല്ലോ. ജപ്പാൻ എന്ന് പറയുന്നത് നല്ലൊരു ജനാധിപത്യ രാജ്യം, എല്ലാവർക്കും അതിൻ്റെതായ ഫ്രീഡം കൊടുക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ പ്രശ്നം അതല്ല ഇപ്പോൾ ഇഷ്യൂ. ഇതോടുകൂടി ഇവർ ചെറിയ റാലിയൊക്കെ നടത്തി ഇസ്ലാമിക രീതിയിൽ ജീവിക്കണം, പാകിസ്ഥാൻ കൾച്ചറിൽ ജീവിക്കണം, അറബി വരണം, അവർക്ക് ഈ മദ്രസ പഠനങ്ങൾ മറ്റുള്ളവർക്കും ഇസ്ലാമിക സ്റ്റഡീസ് നടത്തണം എന്നുള്ള രീതി ആയി കഴിഞ്ഞപ്പം ജപ്പാൻ പോലീസ് ഒരു കണ്ടുവച്ചു. അതായത് പല ആൾക്കാരും ഇങ്ങനെ റോഡിലൂടെ പോകുന്നവരെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ പോലീസ് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതായത് ഇവരൊന്നും ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് അല്ല. അധികം പേര് ഇവരോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ജപ്പാൻ കൾച്ചറിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവരൊരു ലിസ്റ്റ് തയ്യാറാക്കി ഇവിടെ ജാപ്പനീസ് അഡ്മിനിസ്ട്രേഷൻ. അതായത് അവിടെ ജോലി ചെയ്യാൻ വന്ന ഒരു 100-500 പേരെ അങ്ങ് ഡീപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഇതോടുകൂടി ഇവന്മാരങ്ങ് പേടിച്ചു. അത് പെട്ടെന്ന് അവരെ ജാപ്പനീസ് പാട്ടുകൾ പാടുന്ന കുട്ടികളും ഒക്കെ അങ്ങ് പുറകോട്ട് വരാൻ തുടങ്ങി. ഇതാണിപ്പോൾ ഈ പറയുന്ന പൊട്ടന്മാർക്കും മനസ്സിലാകുന്നില്ല. ഓരോ രാജ്യത്തിനും അതിൻ്റെതായ കൾച്ചറുണ്ട്. ഇവരെവിടൊക്കെ പോയിട്ടുണ്ട് അവരൊക്കെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അവസാനം ഇപ്പം പുതിയ നിയമമാണ് വരാൻ പോവാന്ന് പറയുന്നു. ഇതൊക്കെ പല അവിടുത്തെ ജാപ്പനീസ് പത്രങ്ങളിലെ ക്ലിപ്പ് എടുത്ത് അയച്ചതാണ്. അതായത് ഈ പറയുന്ന ഹിജാബ് ഉൾപ്പെടെ അങ്ങ് ബാൻ ചെയ്യാൻ പോവുക. അവിടെ ആൾക്കാർ ഈ തലയിലൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ് അവിടെയുള്ള കുറച്ച് മുസ്ലിങ്ങൾ. അതിനകത്തോട്ട് ഈ ഇസ്ലാമും ഈ പറയുന്ന തീവ്രവും ഒക്കെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരിനി ഈ സാധനം മറ്റേ തൊപ്പിയോട്ടല്ലോ, സ്കൾ ക്യാപ്പ്, അതുപോലും ഇട്ടോട്ട് പുറത്തിറങ്ങരുത്. അത് ഇടുന്നവനെ അവർ പോലീസ് പിടിക്കാൻ തുടങ്ങി. പുറത്തിറങ്ങല അകത്ത് വേണം ഇട്ടിരുന്നോ, പുറത്തിറങ്ങിയിട്ടരുത്. ഹിജാബ് പുറത്തിറങ്ങി ഇടരുത്, അകത്ത് വീട്ടിനകത്തിട്ട് ഇട്ടോണം. ഇതാണ് ഇമാര് പൊട്ടന്മാരാന്ന് ഞാൻ പറയുന്നത്. എന്തോ ഒരു കുഴപ്പമാണെന്ന് അറിയത്തില്ല. ജപ്പാൻ ഒരു ഡെവലപ്ഡ് രാജ്യമാണ്. അവർ ഈ പറയുന്ന ഒരാളെയും തടുക്കാൻ പോകുന്ന രാജ്യമൊന്നുമില്ല. അവരവരുടെ കാര്യം നോക്കുന്നു, വളരെ സാങ്കേതികത മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യം. ഇത് പറയാൻ പോകുന്ന കേരളത്തിലെ സുഡാപ്പികൾക്ക് വേണ്ടിയാണ്. ഇപ്പം നിങ്ങളിത് അവിടെയുള്ള ഈ പാകിസ്ഥാൻകാരുടെയൊക്കെ ഈ സോഷ്യൽ മീഡിയ ട്വീറ്റ് ജാപ്പനീസ് ഭാഷയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ജപ്പാൻ കൾച്ചറൊക്കെ പറയുക. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. 100-600 പേരെ ഇപ്പോൾ ഡീപ്പോർട്ട് ചെയ്യാൻ പോകുക. ഇനി അടുത്ത ലിസ്റ്റും കൂടെ ഉണ്ടാക്കുക. അതായത് അവിടെയുള്ള പാകിസ്ഥാൻകാർക്ക് കൃത്യമായിട്ട് വാൺ ചെയ്തു, നിങ്ങൾ ജാപ്പനീസ് കൾച്ചറിൽ ഇവിടെ ജീവിക്കുവാണെങ്കിൽ ജീവിക്കാതെ പുറത്തു പോകാൻ പറഞ്ഞു. ഇതാണ് ഇമാരി പൊട്ടന്മാരാന്ന് ഈ ആവർത്തി പല വീഡിയോയിലും പറയുമ്പം ജപ്പാനിൽ കൂടി ഇപ്പം വരുന്ന ഡെവലപ്മെന്റ് എന്ന് പറയും ഇതിനേക്കാളെല്ലാം, അതായത് നമ്മളെ തോൽപ്പിക്കുന്ന രീതിയിൽ ഈ സംഭവങ്ങൾ വരുന്നത്. ഇതാണ് ഇവർ യൂറോപ്പിൽ പോയി കാണിച്ചത്. അവിടെ ആ യൂറോപ്യൻസ് പാവം പിടിച്ചവരാണ്ട് ഈ പറയുന്ന മാർപ്പാപ്പയൊക്കെ പറഞ്ഞ് ചെയ്തു. അതിൻ്റെ ഇവർ അനുഭവിക്കുകയാണ്. ഇതെല്ലാം കൂടെ റിഫ്ലക്റ്റ് ചെയ്ത് അവസാനം ജപ്പാനിലോട്ട് കയറി വന്നു കഴിയുമ്പം, കാരണം ജപ്പാൻ ഇത് കാണുവാണ് ലോകത്ത് എന്തൊക്കെയാണ് സംഭവങ്ങൾ നടക്കുന്നത്, അതായത് ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കേരളത്തിലെ സുഡാപ്പികൾക്കും ഈ മതതീവ്രവാദിക്ക്. അതേപോലെ മറ്റുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയും മനസ്സിലാക്കണം എന്താണ് ഇവരുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് പെട്ടെന്ന്, അതായത് കുറച്ച് പേര് കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് പെട്ടെന്ന് ഇസ്ലാമിക രീതിയിൽ ഒരു രാജ്യത്തെ മാറ്റണമെന്നാണ് പറയുന്നത്. അവിടെ അറബിക്ക് പഠിപ്പിക്കണം, അവിടെ സ്പെസിഫിക് മദ്രസ ക്ലർജികളെ കൊണ്ടുവരണം, അവിടെ ഈ പറയുന്ന പോലെ
ഇത്രയും മോസ്കുകൾ പണിയാൻ അവർ അവസരം കൊടുത്തവരാണ്. അവിടെ പാകിസ്ഥാൻ വില്ലേജ്, അതായത് പാകിസ്ഥാൻ കടകളും ഈ പറയുന്ന മുസ്ലിം രീതിയിലുള്ളൊക്കെ ഒക്കെ ജീവിക്കാം. ഇതിനെല്ലാം ഫുള്ളായിട്ട് സ്വാതന്ത്ര്യം കൊടുത്തൊരു രാജ്യമാണ്. അവർക്ക് പെട്ടെന്ന് ഇസ്ലാമിക കൾച്ചറിലോട്ട് പോകണം, അവരുടെ കുട്ടികളെ ഇസ്ലാമിക കൾച്ചറിൽ പഠിപ്പിക്കണം. ഇതൊക്കെ പറഞ്ഞു കഴിക്കുമ്പോൾ പ്രശ്നമായി. ആ രാജ്യം എടുക്കുന്ന തീരുമാനം ഇപ്പം പിന്നീടിരുന്ന് കരഞ്ഞിട്ട് കാര്യം. ഇതാണ് നിങ്ങൾ ഈ ലോകത്ത് മുഴുവനും കാണിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അതിപ്പം എവിടെ അത് കാണിക്കാത്തത്? ഇത് യൂറോപ്യൻ രാജ്യത്ത് കയറി അവിടെ ഇത് കാണിച്ചു, അവിടെ പ്രശ്നമായി, അവിടെ ഇത് പുറത്താക്കാൻ തുടങ്ങി. അവിടെ എല്ലാം ഇത് മുഴുവനും ഓരോന്നായിട്ട് ബാൻ ചെയ്യുന്നു. ഇപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത മാർപ്പാപ്പ പുള്ളി ഇപ്പോൾ കാത്തലിക് സഭയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിൽ പുതിയ ഡെവലപ്മെൻറ്റ് വാറ്റിക്കാനിൽ നിന്ന് വരുന്നത്, അതായത് ഇറ്റലിയിൽ നിന്ന് വരുന്നത്, അതായത് ഇറ്റാലിയൻ ഭരണാധികാരി മെലോനോ, അവർ ഈ പറയുന്ന പോപ്പ് പറയുന്നൊരു പുല്ലും കേൾക്കത്തില്ല. ഇപ്പം പുതിയ റിപ്പോർട്ടാണ് വന്നേക്കുന്നത്. അതിനിടയ്ക്ക് പോപ്പ് ഈ സംഭവത്തിനിടയ്ക്ക് ഗാസയിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമം നടത്തി, ആ ഫയറിങ് നടക്കുന്ന സമയത്ത്. അവർ ചെയ്ത സംഭവം ഇത് ഇസ്രായേലൊക്കെ അറിഞ്ഞു, ഈ സംഭവം അമേരിക്ക അറിഞ്ഞു. ഈ പോപ്പ് പോകേണ്ട ഫ്ലൈറ്റ്, ആ സംഭവം ഈ അവിടെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് പുള്ളി അങ്ങ് തടുത്തു. അപ്പം എനിക്ക് തോന്നുന്നു പോപ്പിന് കാര്യമായിട്ട് വട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു വാർ നടക്കുന്ന മുഖത്തോട് ഒരു റിലീജിയസ് ലീഡർ പെട്ടെന്ന് പോകുന്നു. എന്തോ എൻ്റെ കാര്യം. ഞാൻ ആ ടോപ്പിക്കിനോട്, ഞാൻ ഈ പാകിസ്ഥാൻ ടോപ്പിക്കിൽ നിൽക്കുവാണ്. അപ്പം ഇത് പറയാൻ പോകുന്നതിൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, ഇത് ജപ്പാനിൽ മാത്രം, ലോകത്തെവിടെ പോയി കഴിഞ്ഞാലും എന്തോ കാര്യമായിട്ട് ഇവർക്ക് പ്രശ്നമുണ്ട്. ലോകത്താർക്കും ഇത് പ്രശ്നമൊന്നുമില്ല. ഓരോ രാജ്യത്ത് ജോലി ചെയ്യാൻ പോകുന്നു, ആ ജോലിയിൽ ജീവിക്കും. ഇവരൊന്നും വലിയൊരു ശതമാനം, അതായത് കൂടിപ്പോയി 100-200 പേരേ ഉള്ളൂ പാകിസ്ഥാൻകാർ. 25,000 പേരുടെ സിറ്റിസൺഷിപ്പ്. അവർക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം വലിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് കൊടുക്കുന്ന സംഭവം. ഈ പറയുന്ന അവിടെ ജോലി ചെയ്യാൻ പോയവർക്കാണ് ഇത് പ്രശ്നം. അതാണ് എന്തോ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇതിന് കാര്യമായ ട്രീറ്റ്മെൻറ്റ് തന്നെ ആവശ്യമാണ്. അല്ലെങ്കിൽ ജപ്പാൻ എന്ന് പറഞ്ഞ് ഇത്രയും സ്വാതന്ത്ര്യമുള്ള രാജ്യത്തു നിന്നും ഇത്രയും പേരെ ഡീപ്പോർട്ട് എടുത്തോണ്ട് പോയിക്കോളാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം എന്തുവാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പർദ്ദ ഇട്ടവരും ഹിജാബ് ഇടാൻ പറ്റത്തില്ല, ആ തൊപ്പി ഇടാൻ പറ്റത്തില്ല. പുറത്തോട്ട് പോലീസുകാർ വൈദ്യുതികളെ പിടിച്ചു വയ്ക്കുക, ചോദ്യം ചെയ്യുക. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ സോഷ്യൽ മീഡിയ ഇപ്പം അതുമില്ല. ഇപ്പം തിരിച്ച് ജാപ്പനീസ് കൾച്ചർ ഹൈലൈറ്റ് ചെയ്യുന്നു. ഇതാണ് മണ്ടത്തരവും പൊട്ടത്തരവും റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നു. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഇതിന് ഈ ട്രീറ്റ്മെൻറ്റ് അതോ പുറത്താക്കി, ഇതൊന്നും അതിൻ്റെ കാര്യമൊന്നും അറിയത്തില്ല. ഇത് ലോകം മുഴുവനും ആവർത്തിക്കും. ഇത് ജപ്പാനിലും ആവർത്തിച്ചു. അതാണ് ഇത് വളരെ ഫണ്ണി ആയിട്ട് തോന്നുന്നു. ഈ വാർത്ത വായിച്ചിട്ട് ഞാൻ ചിരിച്ചും പാടുതല്ലി. എന്തോ വിഡ്ഢികളായി മാര്.